പ്ലസ് ടു അധ്യാപകൻ എന്നുള്ള നിലയിൽ വളരെ ഇടയ്ക്ക് മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു അധ്യാപന ശൈലിയിൽ നിന്നും ഒരു 10 വീണ് കിട്ടിയ 10 ദിവസം സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും മുഹൂർത്തങ്ങളായിരുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയാണ്. കാരണം അത്രയ്ക്ക് സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ വളരെ ഭൗതിക നിലവാരം കൂടിയ ക്ലാസ്സുകളിലുണ്ട്. ഞങ്ങളും വളരെ സന്തോഷത്തോടു കൂടി വർഷം തൂങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറെ സമയങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കുറച്ച് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആക്റ്റീവായിട്ട്. അപ്പം ഞങ്ങൾ സന്തോഷ് സാറിന്റെ മോന്റെ ബർത്ത്ഡേ ഞങ്ങൾ ഇവിടെ ആഘോഷിച്ചു. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അതിന്റെ ഒക്കെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം തരുന്ന അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള കുറുപ്പ് സാറിന്റെ എക്കണോമിക്സിന്റെ ക്ലാസ്സൊക്കെ, എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളവും തീയും പോലെ ഞങ്ങൾ കാണുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതൊക്കെ വളരെ മനോഹരമായ ഞങ്ങൾക്ക് എടുത്തു തന്നൊക്കെ ഞങ്ങളുടെ സന്തോഷത്തോടെ ഓർക്കുന്നു. അപ്പൊ പലരുടെയും ക്ലാസ്സുകളൊക്കെ ഉന്നത നിലവാരം പുലർത്തിയ ക്ലാസ്സുകളാണ്. നമ്മുടെ വീണ്ടും ഒരു ക്യാമ്പസിൽ പഠിച്ച ഒരു അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു സന്തോഷവും ആഹ്ലാദവുമാണ് ഇവിടെ ഞങ്ങൾ വീണ്ടും ഒത്തുചേരാനുണ്ടായ കാരണം. പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6-നും 5-നും ഒക്കെ ഇറങ്ങി വന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എത്രയും പേരെത്തി. അപ്പം രാജേഷ് സാറൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. കോട്ടയത്ത് ഞങ്ങൾ എന്നും കാണുന്ന സാറുകളുടെ പരിചയമുള്ള പല മുഖങ്ങളും ഇവിടെ ഉണ്ട്. വളരെ സന്തോഷം നൽകിയ മുഹൂർത്തങ്ങളായിരുന്നു. വളരെ മോണോട്ടോണസ് ആയിരുന്ന ഒരു അധ്യാപന ജീവിതത്തിൽ നിന്നും യുവത്വത്തിന്റെ നടകൾ വീണ്ടും ചവിട്ടി ഇറങ്ങി വരാൻ ഞങ്ങളെ സഹായിച്ച ഒരു HSTP പ്രോഗ്രാം ആയിരുന്നു ഞങ്ങളുടെ. എല്ലാവർക്കും നന്ദി. വീണ്ടും ഞങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്ത സുധീഷ് സാറിനും സന്തോഷ് സാറിനും എല്ലാവർക്കും ഇവിടെ വന്നിട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.